ഗൈസ് എൻ്റെ ഹെൽപ്പർ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്തൊക്കെ ചെയ്ത് ഇഞ്ചു? എന്തൊക്കെ ചെയ്ത്? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, നോക്കി പറയും. ഉള്ളിയൊക്കെ തോലൊഴിച്ച് കഴുകി വെച്ചു. മുളകും കഴുകി കാണിച്ചോണ്ട, കാണിച്ചു കൊടുക്ക്. മുളകും കഴുകി അതവിടെ മുളക്. ഇത് മല്ലിച്ചപ്പ് ആദ്യം കേക്ക് അരിഞ്ഞിച്ച്, മുളക് കേക്കിനാണ്ട് പിന്നെ വെള്ളത്തിലിട്ടിച്ച്, പിന്നെ ഇതാക്കണം ഇത് കേക്ക് ഉള്ളി കേക്കിക്കാണ്ട് അത് വെച്ച് ഞാൻ തക്കാളി അരിയണം. തക്കാളി കേക്ക് ഞാൻ അരിയണം. പിന്നെ ഇഞ്ചി തോലൊഴിച്ചണം. വെളുത്തുള്ളിയോ? അതില്ല, അത് വെച്ച് വെളുത്തുള്ളി തോലൊഴിച്ചാലേ എന്തെടുത്താലും എന്റെ കജ്ജ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചുട്ടെത്തും. വെളുത്തുള്ളി ആണെങ്കിൽ പിന്നെ പാതി മാണ്ടില്ല. 2 ദിവസത്തിന് എന്റെ കജ്ജ് പിന്നെ ഉണ്ടാവില്ല. കജ്ജ് പറയല്ല, എന്നെ കയ്യെന്നൊക്കെ പറയും. ഞാൻ മലപ്പുറം കരുത്തിയാണ്. ഞാൻ കജ്ജ് പൂച്ചെന്നൊക്കെ പറയുള്ളൂ. ചിത്ര ചാനലൊക്കെ മതി. എന്നാലും അവരെന്നാറില്ല. ഓ ഉമ്മച്ചി ഇപ്പൊ വലിയ യൂട്യൂബറൊക്കെ ആയപ്പോ എന്നാലോ 16 ആൾക്കാർ എന്താ ഉമ്മച്ചിന്റെ സബ്സ്ക്രൈബാളെ ഇവിടെ വന്നാണല്ലോ. നിങ്ങൾക്ക് പല വാർത്താന്ന് കേൾക്കാം. അന്നെ നോക്കിക്കണൊക്കെ ഒരാള് നോക്കിണ്ടാക്കണത് ഹൈഫണ്ടോ നോക്കിയേക്കാലോ. അപ്പൊ ഗൈസ് ഞാൻ എന്റെ പണിയും തുടങ്ങട്ടെ. ഹൈഫമോൾ ഉറങ്ങണേ, ഹൈഫമോള് ചെണ്ടിപ്പോയിക്കാണേ. ഹൈഫ കുട്ടി ഇവിടെ അല്ല കേട്ടോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്ന് എനിക്ക് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിഞ്ചുമോളാണ് കേട്ടോ എൻ്റെ ഹെൽപ്പർ ഇന്ന്. അപ്പോൾ ഓള് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ. സവാള കട്ട് ചെയ്യുക, അതേപോലെ സവാള തൊലി കളയലും പിന്നെ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ച് പോയതിന് പിന്നെ അസ്രസ്കാരം കഴിഞ്ഞിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാത്രിക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. 8 മണിയൊക്കെ ആകുമ്പോൾ കൊടുത്താൽ മതി നമുക്ക്. 4 കിലോ ബിരിയാണി, 25 പേർക്കുള്ള ബിരിയാണിയാണ്. അതേപോലെ 2 കിലോ ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ ഓർഡർ. അപ്പോൾ കുട്ടികളാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. അതേപോലെ എനിക്കിനി കാറ്ററിങ്ങിൻ്റെ പൈസയൊക്കെ കിട്ടുമ്പോഴേ ഞാൻ ചെറിയൊരു കൂലി കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഒരിക്കൊരു സന്തോഷമാണ്. നമുക്ക് പണിയൊക്കെ എടുത്ത് തരാൻ ഒരിക്കൊരു ഇൻട്രസ്റ്റ് ആവും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ചിഞ്ചുമോള്, ഞാൻ കിച്ചണിക്ക് വന്നപ്പോൾ തന്നെ ഓളോളെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, എന്നാലും നമ്മളതേപോലെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൂലി കൊടുക്കുമ്പോൾ അത് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ചിഞ്ചുവിന് അങ്ങനെയാട്ടോ, നല്ല സന്തോഷമാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഓർഡർ ഉള്ളതാണ് കേട്ടോ. ഈ അച്ചാറിൻ്റെ റെസിപ്പി എന്നല്ല കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചേച്ചി ഇത് കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അപ്പോൾ അച്ചാറിന് ഇതേപോലെ പൈസ കിട്ടുമ്പോൾ മഞ്ജുമോൾക്കും കൊടുക്കും കേട്ടോ പൈസ. അപ്പോൾ ഓളാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് തന്നിനത്. അപ്പോൾ കുട്ടികളെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം. പൈസ കിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയാവും. പിന്നെ ഓർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. എന്നാലും ഓർക്ക് ഓരോതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഓരോ ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലുമൊക്കെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അമ്മച്ചിനോട് ചോദിക്കേണ്ട പോലെ കയ്യിലുണ്ടാവും കേട്ടോ. അതേപോലെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എന്തെങ്കിലും വാങ്ങി തിന്നണം എന്നുണ്ടെങ്കിലും ഓർക്ക് പോലെ പൈസ എടുത്തുകൊണ്ട് വാങ്ങിക്കുക. അങ്ങനെ കൂടുതൽ പൈസ കൊടുത്താണ് നമ്മൾ ശീലാക്കും ചെയ്യരുത്. പക്ഷെ പണി എടുക്കുമ്പോൾ ഒരു കൂലി കൊടുക്കുമ്പോൾ അത് ഓർക്കും സന്തോഷമാണ്, നമുക്കും സന്തോഷമാണ്. അപ്പോഴേ പിന്നെ ഇതേപോലെ നമുക്ക് വർക്കൊക്കെ കിട്ടുമ്പോൾ ഓർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓരോന്നോട് ചോദിക്കും ഇങ്ങോട്ട്, മച്ചേ കാറ്ററിങ്ങിന് ഓർഡർ ഉണ്ടോ, ഈ ആഴ്ചയിൽ ഇനി ഉണ്ടോ എന്നൊക്കെ ഓരെന്നെ ഇങ്ങോട്ട് ചോദിക്കും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ചെയ്യണത് കണ്ടിട്ടാവും. എൻ്റെ ചിഞ്ചുമോക്കൊക്കെ ഇപ്പം തന്നെ ഭയങ്കര ബിസിനസ് മൈൻഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് പറയലാണ്. ഇപ്പോൾ പഠിത്തത്തിന് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയലാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അപ്പം ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം. പിന്നെ അതേപോലെ അത് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാനുള്ള ഞാൻ ചിക്കൻ 65 ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിന് കേട്ടോ. പക്ഷെ ആ കാക്ക ചിക്കൻ ചില്ലിക്കാണ് വെട്ടി തന്നത്. അപ്പോൾ എന്തായാലും മസാല അങ്ങനെ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്തിട്ട്, എരിവുള്ള മുളക് പൊടി എടുത്തിട്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക.
കറക്റ്റ് അളവൊന്നും പറയണില്ല കേട്ടോ, 2 കിലോയ്ക്കുള്ളതാണ്. അതേപോലെ പിന്നെ മല്ലിപ്പൊടിയും ചേർത്തു. പിന്നെ ഞാൻ വലിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതേപോലെ കുരുമുളക് പൊടി, ഗരം മസാലയും, മസാലപ്പൊടികളായിട്ട് 3 മസാലപ്പൊടികളാട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തൈരും, പുളിക്ക് തൈരാട്ടോ ചേർക്കണത്, നാരങ്ങ നീര് ചേർക്കണില്ല. കറക്റ്റ് അളവ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഷോർട്ടായിട്ട് ചെയ്യാം കേട്ടോ, ഷോർട്ടായിട്ട് വീഡിയോ ഇടുമ്പോൾ അതിൽ പറയുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നല്ല പേസ്റ്റാക്കി വെച്ചതാട്ടോ. അപ്പോൾ അതും ഒരു 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തൈര് ചേർക്കാം. നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക. പുളി കുറവുള്ള തൈരാട്ടോ നല്ലത്. അപ്പം നല്ല പുളിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അങ്ങനെ പുളിയല്ല തൈരും ചേർത്ത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിക്കിനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർത്തതുകൊണ്ടേ പാകത്തെ ലൂസിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കഴുകി വെച്ചതായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പറ്റി ചെറുതായിട്ടോ, ഇത്ര ചെറുതാക്കേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടി ഒരു വലിപ്പം വേണ്ടീനി. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞിന് കേട്ടോ, ചിക്കൻ ചില്ലിക്കുള്ളതല്ല, അങ്ങനെ ചിക്കൻ 65 ആണ്, കുറച്ചും കൂടി വലിപ്പത്തിൽ വട്ടണം എന്നൊക്കെ പറഞ്ഞിന്. ആ കാക്ക എന്തേ ആവട്ടോ, ചിലപ്പോൾ അങ്ങനെയാണ്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ കിട്ടൂല. അപ്പോൾ അത് ഫ്രൈ ചെയ്തും കൂടെ വരുമ്പോഴേ പറ്റ ചുങ്ങി വരും, അപ്പോൾ കാണാനുണ്ടാവില്ല. അപ്പോൾ എന്തായാലും മസാലയൊക്കെ തേച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ അതവിടെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും പണിയുണ്ട് കേട്ടോ. പിന്നെ ചിഞ്ചുമുള സവാള കട്ടയിലൊക്കെ കഴിഞ്ഞിനി തൈര് സാലഡ് ഉണ്ടാക്കൂലേ, അത് ഓളുണ്ടാക്കുന്നുണ്ട്. കച്ചമ്പർ പല സ്ഥലത്തും പല പേരാണല്ലേ, ഞങ്ങൾ തൈര് ഉണ്ടാക്കാന്ന് കേട്ടോ പറയല്. അങ്ങനെ ഓളെ പണി ഓളും ചെയ്യുന്നുണ്ട്, എൻ്റെ പണി ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു ട്രിപ്പ് ആയിട്ടുണ്ടേനും, സെക്കൻഡ് ട്രിപ്പും ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഈ ചട്ടി ചെറിയ ചട്ടിയാണെങ്കിൽ ഇതന്നെ വെക്കണത് എന്താ വെച്ചാൽ ഇത് നല്ല കട്ടിയുള്ള ചട്ടിയാണ് കേട്ടോ, അപ്പം എളുപ്പം ഫ്രൈ ആയി കിട്ടും. ഇത് ബിരിയാണിക്കുള്ള ചിക്കനാട്ടോ. അപ്പം നല്ലോണം മൊരിച്ചൊന്നും എടുക്കൂല, ജസ്റ്റ് 2 വശം ഒന്ന് മൊരിച്ചെടുക്കുകയെ ചെയ്യുള്ളൂ. നമുക്ക് ദം ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ ദമ്മിൽ കടന്നിട്ട് വന്നോളും. പിന്നെ അങ്ങനെ ചെയ്യണത് എന്താ വെച്ചാൽ ചിക്കൻ ഇങ്ങനെ ഉടയും, മസാല നമ്മൾ വിളമ്പുമ്പോഴേ ആ എല്ലും ഇറച്ചിയൊക്കെ വേറിട്ടിട്ടാവും കിട്ടുക. അപ്പോൾ നമുക്ക് വിളമ്പുമ്പോൾ അങ്ങോട്ട് കാണൂല. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പം 2 കിലോ റൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോനെങ്കിലും ചിക്കൻ അധികം എടുക്കണം, ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ 3 കിലോ ഇറച്ചിയായിട്ട് കിട്ടുന്ന രീതിയിലാക്കണം. അങ്ങനെ ആകുമ്പം പിന്നെ കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവും മസാല, അല്ലെങ്കിൽ മസാല അങ്ങോട്ട് കാണൂല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞു. പിന്നെ ആ ഒരു ഓയിൽ നമ്മൾ ചെമ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. അങ്ങനെ സവാളയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം, അപ്പോഴുള്ള മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ പണി ചിഞ്ചുമോൾക്ക് കേട്ടോ. വെളുത്തുള്ളി തൊലി കളയൂല കേട്ടോ, തൊലി കളയണമെങ്കിൽ ഞാൻ തന്നെ വേണം, അതിനൊരിക്കും മടിയാണ്. അത് ഇനിയിപ്പോൾ മഞ്ജുമോക്കാണെങ്കിലും ചിഞ്ചുമോക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ ഞാൻ അങ്ങനെ തൊലി കളഞ്ഞത് വാങ്ങിക്കലൊന്നുമില്ല, ഞാൻ തന്നെ തൊലി കളഞ്ഞെടുക്കലാണ്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിയിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തതും അതേപോലെ തൈരും നാരങ്ങ നീരും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് കാണിക്കുന്നതല്ലേ, അപ്പം അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല കേട്ടോ. പിന്നെ അതേപോലെ ഒക്കെ റെഡി ആയപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും ആയി ഇട്ട് കൊടുത്തു. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, സമയം ബാങ്ക് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് ഇതങ്ങോട്ട് ദമ്മിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് ചിക്കൻ പൊരിക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ചെയ്യാം. അങ്ങനെ മസാലയൊക്കെ സെറ്റായി. പിന്നെ അത് അരി തിളപ്പിച്ച് ഊറ്റാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം തിളക്കുമ്പോഴത്തേന് നമുക്ക് പോയിട്ട് നിസ്കരിച്ചൊക്കെ വരാം കേട്ടോ. പിന്നെ ചിക്കൻ പൊരിക്കും വേണം. അങ്ങനെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ പൊരിക്കുക. ചിക്കൻ പൊരിക്കണ ആ ഒരു സമയത്താട്ടോ അതിലേക്ക് കോൺഫ്ലവർ ചേർക്കണത്. കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 3-4 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2-3 സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം കുഴച്ച് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയലില്ലേ, വീട്ടിലേക്ക് ഫുഡിന് ഓർഡർ തരുന്നത് മായമൊന്നും ഇല്ലാത്ത നല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളർ ചേർത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടിയാണ് കളറിന് വേണ്ടിയിട്ട് ചേർത്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ രാത്രിയും കൂടിയല്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലിയറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇവിടെ ഓയിൽ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം.
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ പുറത്ത് തന്നെ ആയതുകൊണ്ട് കുക്കിംഗ് നമ്മളതൊക്കെ പുറത്താണ്, അതുകൊണ്ട് അകം അങ്ങനെ വൃത്തികേടാവില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാവും ചെയ്യും. അപ്പം നമ്മൾ വേറെ ജോലികൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അടിയിൽ നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, കരിച്ചാതെ നോക്കിയാൽ മതി. അപ്പോൾ അത് ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ തന്നെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഞാൻ കഴുകി വെച്ചിന് അതിൻ്റെ ഇടയിൽ അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഇടയ്ക്ക് നമ്മൾ ചിക്കനും നോക്കുന്നുണ്ട്, ചോറും അതേപോലെ തന്നെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ്റെ മസാല ഉണ്ടോ ബിരിയാണീൻ്റെ മസാല ഉണ്ടോ നല്ല സൂപ്പർ ആയിക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം പാകമാണ്. അപ്പോൾ ഞാൻ വാഴൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റിയിട്ട് കൊടുക്കുക, വേവായിട്ടുണ്ട്. ഞാൻ കൈമ റൈസാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കൽ. അപ്പം നമ്മൾ തിളപ്പിച്ചൂറ്റിയിട്ട് തന്നെയാണ് വെക്കാറ്. തിളപ്പിച്ചൂറ്റിയിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില ആൾക്കാർ പറയും അതിൻ്റെ ആ സ്മെല്ലൊക്കെ വെള്ളത്തിൽ പോകില്ല. സ്മെല്ല് ചിലപ്പം പോവുക എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെ തിളപ്പിച്ചൂറ്റിയാണ്ട് വെക്കുകയാണെങ്കിലും പാകത്ത് വേവിന് ഊറ്റണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വേവേറും, വെന്ത് കലങ്ങും. അപ്പം ഒരു പതുക്കെ വേവിന് തന്നെ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഊറ്റിയിടണം, ഇല്ലെങ്കിൽ എന്താ പറയുക മറ്റേത് ഊറ്റാനാകുമ്പോഴത്തേനും അത് വേവേറും. എനിക്കിപ്പോൾ ഇത് ശീലമായിട്ടോ. അപ്പം കൈമ റൈസ് പറഞ്ഞാൽ നല്ല റൈസാണ്, നല്ല ബിരിയാണിക്ക് സൂപ്പറാണ് കേട്ടോ. നല്ല ചെറിയ അരിയാണ്, നെയ്യൊക്കെ പറഞ്ഞാൽ നല്ലോണം കാണും ചെയ്യും. ഇനി നമുക്ക് ലെയറായിട്ട് ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. സവാളി മണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതും നെയ്യും അതേപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാലയും ഒന്നിങ്ങനെ തൂവി കൊടുക്കും. അപ്പോൾ ബിരിയാണി പൊട്ടിക്കുമ്പം നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ച് ചേർത്താൽ മതി, കുറേ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും. കുറച്ച് മതി. പിന്നെ നമ്മൾ ചേർക്കുക ഈ ആർക്കേജിൻ്റെ നെയ്യുമാണ്. ഡാൽഡ ഞാൻ ചേർക്കലില്ല കേട്ടോ. ചില ആൾക്കാർ ഡാൽഡ ചേർക്കും. എനിക്ക് ഡാൽഡ ചേർത്താൽ ചോറിനൊരു ഒട്ടലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ചേർക്കലില്ല. ഞാൻ അധികം ഇതേപോലെ ആർക്കേജിൻ്റെ നെയ്യ് തന്നെ കേട്ടോ. അധികം അല്ല, ആർക്കേജിൻ്റെ നെയ്യ് തന്നെയാണ് ചേർക്കൽ. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം നല്ല ടേസ്റ്റുമാണ് കേട്ടോ ബിരിയാണിക്ക്, കുഴപ്പമൊന്നും ഉണ്ടാവലില്ല. അപ്പോൾ നെയ്യൊക്കെ ലാസ്റ്റ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ് വാട്ടറൊക്കെ വേണമെങ്കിൽ ഒന്ന് തെളിച്ച് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ തെളിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ. ഈ സമയത്ത് ഞാൻ റോസ് വാട്ടറിൻ്റെ ബോട്ടിൽ ഇതിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്കൊരു വെപ്രാളാട്ടോ, ഞാനതൊക്കെ മറക്കും. പിന്നെ അത് കഴിഞ്ഞ് ഫോയിൽ പേപ്പറൊക്കെ വെച്ച് അടച്ചതിന് ശേഷം എനിക്ക് ഓർമ്മ വരുള്ളൂ. അതെന്താ വെച്ചാൽ അരി വേവേറോ എന്നുള്ള പേടിയോണ്ടേ പെട്ടെന്നാണ് ഊറ്റിയിടും, പെട്ടെന്ന് പരിപാടി കഴിച്ചാൽ നോക്കില്ല. അപ്പോൾ ചെമ്പ് ഒറ്റയ്ക്ക് പിടിച്ചാൽ നോക്കിട്ടോ, പൊന്തണില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സമയം ആയപ്പോഴത്തേന് ബാബു വന്നിട്ടുണ്ടേനി. ഇല്ലെങ്കിൽ പിന്നെ കുട്ടികൾ പിടിക്കാൻ കൂടും കേട്ടോ. എന്നാലും ഞാനങ്ങനെ ഒറ്റയ്ക്കാവലില്ല, എൻ്റെ ചെരുപ്പൊക്കെ കുത്തിക്കയറ്റി വന്നതാണ് കേട്ടോ ബാബു. അപ്പോൾ ഞാൻ പറയല് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എത്രയും വേണമെങ്കിൽ ഉണ്ടാക്കും. പക്ഷെ വലിയ ചെമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പിടിച്ച് വെക്കാനൊന്നും കഴിയില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ, ഇതൊക്കെ പിന്നെ മക്കളും ഉണ്ടല്ലോ, അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പോവും, കുഴപ്പമൊന്നുമില്ല. വലുതുണ്ടാവുമല്ലോ ഈ 16 കിലോനും 11 കിലോനൊക്കെ ഉള്ള ചെമ്പൊക്കെ, അങ്ങനത്തെ ചെമ്പ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ 2 അടുപ്പ് ആക്കും, അപ്പുറത്തൊരടുപ്പ് ഇപ്പുറത്തൊരടുപ്പ് ആക്കും. എന്നാൽ പിന്നെ അങ്ങനെ പൊന്തിക്കണ്ടല്ലോ, കൊണ്ടുപോകുമ്പോൾ പൊന്തിച്ചാൽ മതി. അങ്ങനെ ബിരിയാണി തമ്മിലായിട്ടുണ്ട്. അടിയിലും ഉണ്ട് കനൽ, മേലെയും ഉണ്ട് കനൽ. കുറച്ച് കഴിഞ്ഞാൽ അടിയത്തെ കനലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് ആ സമയത്ത് മുഴുവനാവൂലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്യാസുമ്മലും കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറൊക്കെ അതിൻ്റെ അടിയിൽ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിന് കേട്ടോ, അച്ചാർ മധുരമുള്ളതാണോ വേണ്ടത് അതോ എരിവുള്ളതാണ്. അപ്പോൾ ഒരു എരിവുള്ള അച്ചാർ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നിട്ട മാങ്ങച്ചാർ കേട്ടോ, അത് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അച്ചാറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് കോരി മാറ്റുന്നുണ്ട് എണ്ണയിൽ നിന്ന്. ഇവിടെയുണ്ട് കുറച്ച് പുറത്തടുപ്പിലും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഓടണം ഇങ്ങോട്ടും ഓടണം. എന്തായാലും കറക്റ്റ് സമയത്തിന് ആവണം എന്നുണ്ടെങ്കിലേ, അല്ലെങ്കിൽ എന്താ പറയുക കറക്റ്റ് സമയത്തിന് കൊടുക്കാനാവില്ല. അത് വിചാരിച്ചിട്ടാട്ടോ 2 സ്ഥലത്തും ആക്കിയത്. അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഉണ്ടായിനും, അതും ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഫ്രൈ ചെയ്തിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം. അതേപോലെ പച്ചമുളക് നോക്കുമ്പോൾ പച്ചമുളക് കുഞ്ഞ് പച്ചമുളക് കേട്ടോ. അപ്പം എന്തായാലും കുറച്ച് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വറ്റൽമുളകും എടുത്തിട്ടുണ്ട്, അതൊക്കെ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കിലോനാണ് കേട്ടോ ചിക്കൻ ഫ്രൈ. ഇനി കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഉള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കൽ. പിന്നെ നേരം ഒരുപാടായപ്പോഴേ വണ്ടിക്ക് വിളിച്ചും ചെയ്തിട്ടുണ്ടേനും. പിന്നെ കട്ട് ചെയ്ത സവാള ഉണ്ടേനും കുറച്ച്, അപ്പോൾ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി വണ്ടി വന്നാൽ കൊടുത്തയച്ചാൽ മതി. അപ്പോൾ ഇത് എൻ്റെ ഒരു HSOൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. രമ്യ എന്ന് പറയും, കാർലിക്കോട് ഉള്ളതാണ്. അപ്പോൾ ഓരോ വീട്ടിൽ പിന്നെ കുറേ കപ്പിൾസ് വരുന്നുണ്ട്. ഒരു 4 കപ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരെ, അപ്പോൾ ഓരോ സൽക്കാരത്തിന് വിളിച്ചതാണ് പറഞ്ഞു ഓള്.
അങ്ങനെ നമ്മൾ തൈര് സാലഡൊക്കെ ചിഞ്ചുമോള് റെഡിയാക്കിനി. അങ്ങനെ അതും ഒക്കെ റെഡിയാക്കി വെച്ച് വണ്ടിയൊക്കെ വന്ന് കൊടുത്തയച്ചിട്ടോ. പിന്നെ നല്ലൊരു റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫുഡിന് കിട്ടിയത്. അപ്പോൾ ഫുഡ് കഴിച്ച എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ അങ്ങനെ കേൾക്കുമ്പോൾ. പിന്നെ ഞാൻ പറയും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയണം. എന്നാൽ പിന്നെ നമുക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. താങ്ക് യു.